ഗൈസ്, അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലൊരു പുതിയ ഫ്രിഡ്ജും ടിവിയും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ആദ്യം നമ്മുടെ ഒരു ചിറ്റയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ മേടിച്ച പുതിയൊരു ടി വി. ഇവിടെ വന്നപ്പോൾ പിന്നെ ചിറ്റയുടെ പിള്ളേരും വരുന്നെന്ന് പറഞ്ഞു. പിന്നെ കൂടെ അവരും ഞങ്ങളോട് ഇറങ്ങി. ഇവിടെ വന്നപ്പോൾ തന്നെ അളിയൻ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വള്ളത്തിൽ വന്നു. പിന്നെ വള്ളത്തിൽ ഇരുന്ന് കുറേ വീഡിയോസും എല്ലാം എടുത്ത്. നമ്മളൊരു ഒക്ടോ 1K ആണ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ ചാനലിൽ. 1K അടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടെ അടിക്കുക. ഗൈസ്, അപ്പോൾ ഇതാണ് പുതിയതായിട്ട് മേടിച്ച ടി വി. ഏകദേശം ഒരു 44 ഇഞ്ചുള്ള സൈസ് ഉണ്ട്. വീഡിയോ കണ്ടിട്ടാണ് ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടി വി കൊള്ളാം. ടി വിക്ക് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വീഡിയോയ്ക്കായാലും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജ് കാണാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഒരു ബൂസ്റ്റും 2 പാത്രമൊക്കെ ഇരിപ്പുണ്ട്. അല്ലാതെ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഇരിപ്പില്ല. പിന്നെ ഇവിടെ ചിറ്റിയുടെ മോളാണ് പാവയെ പിടിച്ച് കളിക്കുമ്പോൾ ചേച്ചിയുടെ മോളാണ് ഡാൻസിൻ്റെ ഭ്രാന്ത് അങ്ങോട്ട് കയറി. പിന്നെ ടി വിയിൽ ഡിഷിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. മൊബൈൽ വഴി കണക്ട് ചെയ്താണ് ഇപ്പം വീഡിയോസ് കാണുന്നത്. മാങ്ങ ഉപ്പും മുളകിട്ട് കഴിക്കുന്നത് പോലെ നാരങ്ങ തൊലി എത്തി ഉപ്പും മുളകും എല്ലാം തേച്ച് കഴിച്ച്. മാങ്ങയേക്കാളും നല്ലതായിരുന്നു ഇത്. ഇടയ്ക്കിരുന്നപ്പോൾ ഇവിടുന്ന് ആറിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെ ചിറ്റയുടെ മോള് ചോറ് കയ്യിൽ വെച്ച് മീനുകളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മീനെ കിട്ടുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ അല്ലുമ്മയുടെ ദേഹത്ത് ഡാൻസിൻ്റെ പ്രേതം വീണ്ടും കൂടിക്കേറി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാനായി ചേച്ചി ഷാർജ ഉണ്ടാക്കി തന്നു. പിന്നെ സമയം ഉച്ചയായപ്പം എല്ലാവരും കൂടെ ഇരുന്ന് ചോറുണ്ട്. ചേട്ടനാണ് ഇപ്പോൾ ഒരു കടയിൽ വർക്ക് ചെയ്യുക. അതുകൊണ്ട് വീട്ടിലിപ്പോൾ ഇല്ല. ടി വിയുടെ സെറ്റർ ബോക്സ് ഫിറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോൾ സൺ ഡയറക്റ്റിൽ നിന്ന് ഒരു ചേട്ടൻ വരികയും എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ സമയം ഏകദേശം 4 മണിയാകാറായപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അളിയൻ പിന്നെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചു. പിന്നെ അത് കയറി ചിറ്റയുടെ കടം വരെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.